ഇന്ന് എല്ലാവരിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. നമ്മുടെ ശരീരത്തിൽ രോഗപ്രതിരോധ ശക്തി നിലനിർത്താൻ വേണ്ടിയിട്ടും ബോൺ ഗ്രോത്തിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡി കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി രണ്ട് ഫോമിലാണ് ഉള്ളത്. അതായത് വൈറ്റമിൻ D2, വൈറ്റമിൻ D3. വൈറ്റമിൻ D2 എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു പ്ലാന്റ് സോഴ്സ് ഒറിജിൻ ആണ്. അതായത് നമ്മൾ കഴിക്കുന്ന മഷ്റൂം, സോയ മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, അതുപോലെ ഓറഞ്ച് ജ്യൂസ്, ഇതിൽ നിന്നൊക്കെയാണ് വൈറ്റമിൻ D2 നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നത്. വൈറ്റമിൻ D3 എന്ന് പറയുന്നത് ഒരു ആനിമൽ സോഴ്സ് ആയിട്ടാണ് പറയുന്നത്. റെഡ് മീറ്റിൽ നിന്ന്, അതുപോലെ ഫാറ്റി ഫിഷ് ആയിട്ടുള്ള അയില, മത്തി, ട്യൂണ, സാൽമൺ, അതുപോലെയുള്ള മത്സ്യങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ എഗ് യോക്ക് കഴിക്കുന്നതും യോഗേർട്ട്, ചീസ്, അതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ D3 നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഭക്ഷണം ക്രമീകരിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടുന്നുള്ളത്. പക്ഷെ എന്നിരുന്നാലും പ്രധാനമായിട്ടുള്ള മെയിൻ സോഴ്സ് സൺലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒരു 20 മിനിറ്റ്സ് നമ്മൾ വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്.